സൂപ്പറായിരുന്നു, അടിപൊളി കിടു. ക്ലൈമാക്സിലെ സൂപ്പറായിരുന്നു. എടുത്തു പറയാനുള്ളത് ക്ലൈമാക്സ് അടിപൊളിയായിരുന്നു. കണ്ടപ്പോ സങ്കടം വന്നായിരുന്നു. കിടുവായിരുന്നു. ഇല്ല, ഈ സിനിമയുടെ ട്രെയിലറൊക്കെ വന്ന ശേഷമാണ് അറിഞ്ഞത്. അറിയത്തില്ലായിരുന്നു, നമ്മളൊക്കെ ചെറുതായിരുന്നു, അറിയത്തില്ലായിരുന്നു. ഒക്കെ അടിപൊളിയായിരുന്നു. സോങ്സ് ഒക്കെ സൂപ്പറായിരുന്നു. നല്ല എല്ലാത്തും പറയാൻ തോന്നിയത് അവസാനത്തെ ക്ലൈമാക്സ് ഇല്ലേ, അങ്ങനത്തെ ഒരു സംഭവം ഒരു എക്സ്ട്രാ അഡീഷണൽ ആഡ് ചെയ്തതാണ്. അങ്ങനെ ഒരു ഇത് റിയൽ ഇതിലുണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിട്ടിരുന്നേനെ. റിയലിസ്റ്റിക് ആണ്, ത്രില്ലർ അല്ല, റിയലിസ്റ്റിക് പടമാണ്. നല്ല പടം, നല്ല പടമാണ്. ടോവിനോയുടെ അഭിനയം നല്ലതായിട്ടുണ്ട്. സുരാജും കൊള്ളാം. ടോവിനോ തന്നെ ഉണ്ട്, പക്ഷെ പടം കൊള്ളാം, കണ്ടിരിക്കാൻ പറ്റിയ ഒരു പടം തന്നെ. ഇല്ല, എല്ലാം പഴയ പോലെ തന്നെ. ടോവിനോ പോലെ തന്നെ ഇരിക്കുന്ന സിനിമ. കുറച്ച് കൊള്ളാം, കുറച്ച് മെസ്സേജ് കൊടുക്കുന്നുണ്ട്, കൊള്ളാം. കുറച്ച് കണക്ട് ആവുന്നുണ്ട്, ചിലയിടത്ത് ഇതുണ്ട്, പക്ഷെ എന്നാലും കൊള്ളാം. ഓവറോൾ കൊള്ളാം, അടിപൊളി കൊള്ളാം. ടോവിനോയുടെ പെർഫോമൻസ് തന്നെയാണ് കൊള്ളാം. നടന്ന സമരം അതൊക്കെ അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ അതെ കറക്റ്റായിട്ട് നീതി പുലർത്തിയിട്ടുണ്ട്. അത് എത്രത്തോളം നീതി പുലർത്തുന്ന കുറച്ച് കളയാൻ നമുക്ക് യൂട്യൂബിലൂടെ ഡോക്യുമെന്ററിയിലൂടെ ഒക്കെ അറിയാൻ പറ്റുമായിരിക്കും. സുരാജൊക്കെ അടിപൊളിയാണ്. സുരാജ് ചെയ്തിരിക്കുന്ന കഥാപാത്രം സാധാരണ ചെയ്യുന്ന പോലെ രീതിയിലുള്ള കഥാപാത്രം അല്ല ചെയ്തിരിക്കുന്നത്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ തുടക്കത്തിൽ കുറച്ച് റൊമാൻറ്റിക് ക്രിഞ്ചുകൾ ഒരു 10-15 മിനിറ്റ് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ബ്രില്യൻ്റാണ്, ഇമോഷണലാണ്. നമുക്ക് ശരിക്കും നമുക്ക് ടച്ച് ആവും ഭയങ്കരമായിട്ട്. എല്ലാവരും കണ്ടിരിക്കുന്ന സിനിമയാണ്. ഡയറക്ടർ അഭിനന്ദിക്കണം. പിന്നെ നല്ല തിരക്കഥയുണ്ട്, പിന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള തിരക്കഥയാണ്. പിന്നെ പണ്ടത്തെ ബേസ്ഡ് ഓൺ ട്രൂ ഇൻസിഡൻസ് ആണ് എന്ന് പറയുമ്പോൾ 2003 മുത്തങ്ങ സമരം ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. പിന്നെ ടൊവിനോയുടെ ഒരു കരിയർ ബെസ്റ്റ് പെർഫോമൻസ് എന്ന് തന്നെ പറയാം. അത്രയ്ക്ക് നന്നായിട്ട് ടൊവിനോ ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ARMന് ഈക്വൽ ആയിട്ട് വേണമെങ്കിൽ പറയാം, അത്രയ്ക്ക് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ CK ജാനുവിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ആര്യ സലീം എന്ന് പറയുന്ന നടി, അവരുടെയും ഒരു പക്ഷേ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആയിരിക്കാം. പിന്നെ നല്ല പാട്ട്, മ്യൂസിക്, പിന്നെ ക്യാമറ എല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്തു. നല്ലൊരു മൂവിയാണ്. ഞാനത് കണ്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല ഇനി അതൊരു സാമ്യം ഉണ്ടോന്ന് അറിയില്ല. ആ ഫിലിം ഞാൻ കണ്ടില്ല. പക്ഷെ നല്ലൊരു മൂവിയാണ്. ഇത് വളരെ നല്ലൊരു മൂവിയാണ്, വാച്ച് ചെയ്യാൻ പറ്റിയ മൂവിയാണ്. ഒരു മോശവും പറയാനില്ല, അത്രയ്ക്ക് നല്ലൊരു. അങ്ങനെ അറിയാൻ പറ്റില്ല, എന്നാലും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ല സിനിമയാണ്. ടൊവിനോ നല്ല അടിപൊളിയായിട്ടുണ്ട്. അവിടുത്തെ കുട്ടിയായിട്ട് അഭിനയിച്ച ഒരു കുട്ടിയുണ്ട്, എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എന്താ കൊള്ളൂലേ? കൊള്ളാമെങ്കിൽ കൊള്ളാന്ന് പറയണം, ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയണം. പറഞ്ഞ മനസ്സിലായല്ലേ? അതെ, ഞാൻ വ്രതത്തിലാണടേ, അതുകൊണ്ടാണ്. അത് കണ്ടല്ലേ, കുറിയൊക്കെ ഇട്ടേക്കണല്ലേ. ടോവിനോ തോമസിന്റെ ഇതിലെ പേരെന്ന് പറയുന്നത് പീറ്റർ എന്നാണ്. അത് പേര് ഞാൻ മറന്നുപോയി, അതുകൊണ്ടാണ്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, പുള്ളിക്ക് വേണ്ടി നമ്മൾ ഇതിനെങ്കിലും വന്നില്ലേ. പടം കുറ്റം പറയാനായിട്ട് ഒന്നുമില്ല കേട്ടാ, കംപ്ലീറ്റ് പോസിറ്റീവ് പറയാനേ ഉള്ളൂ. കാരണം അതിൽ അഭിനയിച്ചവരെല്ലാം, സുരാജ് ചേട്ടനൊക്കെ അടിപൊളിയായിരുന്നു. എല്ലാവരും ഒന്നിനൊന്നിനും മികവായിരുന്നു. അടിപൊളി പടമായിരുന്നു കേട്ടാ, തെറ്റ് പറയാനായിട്ട് ഒന്നുമില്ല. നല്ല മൂവിയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ ഞാൻ ഇപ്പം വ്രതത്തിലാണ്, മാംഗോ ചില്ലി എടുക്കാനെന്നാണ്. മാംഗോ ചില്ലിയൊക്കെ നമ്മുടെ മൂട്ട് മേക്കറാണ് ഇപ്പം. 400 രൂപയുള്ള, മറ്റേ 460, ഇത് 400 രൂപയുള്ള മൂട്ട് മേക്കർ കിട്ടില്ല. ടോമിനെ കേട്ടോ, പാവം കേട്ടോ, ഒരു സാധുവായ ഒരു മനുഷ്യൻ കേട്ടാ. അയാളെ കണ്ടത് എനിക്കൊരു ഉമ്മ കൊടുക്കാറുണ്ട്. പക്കായിട്ട് അയാളെ കാണിക്കുന്നത്, ഛർദ്ദിക്കണതും അയാൾ കരയണതും ഒക്കെ എടുത്ത് പറയാൻ വയ്യ കേട്ടാ. അടിപൊളി, കണ്ടിരുന്നെങ്കിൽ ഉമ്മ കൊടുക്കാറുണ്ട്. ഭാവിയിൽ ഒരു സൂപ്പർ സ്റ്റാർ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത് മിക്കവാറും. അതായിരിക്കും, അത് ബാക്കിയുള്ള നടന്മാർക്കൊക്കെ ഒരു പേടി സ്വപ്നമായിട്ട് പോകുന്ന കാര്യം. അടിപൊളി പടം ബ്രോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഡയറക്ഷനൊക്കെ സൂപ്പർ കേട്ടോ, അടിപൊളി. പിന്നെ നമ്മുടെ ഇതേപോലെ നിങ്ങൾ ആരെങ്കിലും ഈ പടം കണ്ടിട്ട് ശ്രദ്ധിച്ചായിരുന്നു, ഇതേപോലെ ഇങ്ങനെ മീഡിയ ആയിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്ന അതിന് നമ്മുടെ ഒരു സഹോദരനുണ്ട്, ശ്രീരാജ് എന്ന് പറയുന്നത്, ക്യാപ്ചർ മീഡിയ എന്ന് പറയുന്നത്. പുള്ളിക്ക് ഈ സിനിമയിൽ ഒരു അവസരം കണ്ടു, പുള്ളിനെ ഇതിൽ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ ആരും പറഞ്ഞില്ല, അതിലേ തന്നെ നമുക്ക് മനസ്സിലാക്കണ്ടേ. അത് ഡയറക്ടർ നമ്മൾ സമ്മതിക്കണം, അങ്ങനെ ഒരു അവസരം കൊടുത്തില്ലേ പുള്ളിനെ. അഭിനയിക്കണം എന്നുള്ളൊരു കാര്യം ചോദിച്ചില്ലേ, എന്നെങ്കിലും ഞാനും വരും. അന്ന് നിങ്ങളെല്ലാവരും